ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്ന് ഡിസംബർ 8, അമലോത്ഭവ തിരുനാൾ. ഉത്ഭവപാപത്തിൻ്റെ കറകൾ കൂടാതെ ജനിച്ച പരിശുദ്ധ കന്യകാമറിയം. കത്തോലിക്കാ സഭയിൽ മറിയത്തിൻ്റെ 4 വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് ദൈവമാതാവ്, രണ്ടാമത് നിത്യകന്യക, മൂന്നാമത് അമലോത്ഭവ, നാലാമത് സ്വർഗാരോപിത. 1854 ഡിസംബർ 8 9-ാം പിയൂസ് മാർപ്പാപ്പ അവർണ്ണനീയമായ ദൈവം എന്ന ചാക്രിയൻ ലേഖനത്തിലൂടെ അമലോത്ഭവം വിശ്വാസ സത്യമാക്കി. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ദൈവകൃപ എന്ന് പറയുമ്പോൾ പാപമാലിന്യം ഇല്ലാത്ത അവസ്ഥയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അത്രമാത്രം ജീവിത വിശുദ്ധിയിൽ ജീവിച്ച ആളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ചിന്തിക്കേണ്ട ഒന്നുണ്ട്, എത്രമാത്രം ജീവിത വിശുദ്ധിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ ഭാവിയിൽ വിശുദ്ധരാകുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അത് വിശുദ്ധിയോടെ ചെയ്യുവാനുള്ള കൃപ നമുക്കുണ്ടോ എന്ന്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളായാലും അതൊക്കെ വിശുദ്ധിയോടെ കാത്ത് സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തുവിന് ജന്മം നൽകിയതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് ജന്മം നൽകുവാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം, നമുക്ക് ജന്മം നൽകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.